Hi Cadets, Jay and welcome back to my channel. കേഡറ്റ്സ് നിങ്ങളും 2026 ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ എയർഫോഴ്സ് എക്സ് എന്നൊരു ട്രേഡിലേക്ക് തിരഞ്ഞെടുക്കുന്ന കേഡറ്റാണോ എങ്കിൽ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇന്നത്തെ വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന എക്സാം ഡേറ്റിൻ്റെ അപ്ഡേറ്റും അതേപോലെ തന്നെ എയർഫോഴ്സ് എക്സ് എന്നൊരു ട്രേഡിലേക്ക് നിങ്ങൾ തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ ഓരോ സബ്ജക്റ്റിൽ നിന്നും ഏതൊക്കെ ടോപ്പിക് നിങ്ങൾ തീർച്ചയായിട്ടും കവർ ചെയ്തിരിക്കണം, എത്ര മാർക്ക് വീതം നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക്കിൽ നിന്ന് കവർ ചെയ്യാൻ പറ്റും, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന ആ ഓരോ സബ്ജക്റ്റിൻ്റെയും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് കവർ ചെയ്താൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ തവണത്തെ എയർഫോഴ്സ് എക്സാമിൻ്റെ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക. എയർഫോഴ്സ് എക്സിൻ്റെ A to Z അപ്ഡേറ്റ്സ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ് എക്സാം ഡേറ്റ്, സെക്കൻഡ് മുൻ വർഷങ്ങളിലെ കട്ട് ഓഫ്, തേർഡ് ഇമ്പോർട്ടൻറ്റ് സിലബസ്, ഫോർത്ത് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഓരോ സബ്ജക്റ്റിൽ നിന്നും ഏതൊക്കെ ടോപ്പിക്കാണ് പഠിക്കേണ്ടത് എന്നതിനെക്കുറിച്ചിട്ടുള്ള ഫുൾ അപ്ഡേറ്റഡ് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതേപോലെ എയർഫോഴ്സിൻ്റെ എല്ലാ അപ്ഡേറ്റഡ് വീഡിയോസും കറക്റ്റായിട്ട് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. റൈറ്റ് സൈഡിലെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്കൊരു ഡിഫൻസീവ് കിട്ടുന്നിടം വരെ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേഡറ്റ്സ്, അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നിങ്ങൾ എയർഫോഴ്സ് എക്സിന് തയ്യാറെടുക്കുന്ന കേഡറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ് എക്സാം ഡേറ്റ് എപ്പോഴാണ് വരാൻ പോകുന്നത്. കുട്ടികളെ, ഇനി നിങ്ങളുടെ മുന്നിൽ 33 ഡേയ്സ് മാത്രമാണുള്ളത്. ഇതിനിടയിലാണെങ്കിൽ ഓണം എന്ന് പറയുന്ന ഒരു സെലിബ്രേഷനും വരുന്നുണ്ട്. നിങ്ങൾ എന്തായാലും ഓണം എൻജോയ് ചെയ്യും. ഡെഫിനറ്റ്ലി നിങ്ങൾ എൻജോയ് ചെയ്തിരിക്കണം. പക്ഷേ നിങ്ങളുടെ എക്സാം ഡേറ്റിന് അപ്ഡേറ്റ് കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതനുസരിച്ച് വേണം നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. എല്ലാ ദിവസവും മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും നിങ്ങൾ സ്റ്റഡിക്ക് വേണ്ടി മാറ്റി വെക്കുക. അതിനുശേഷം ബാക്കി ടൈം നിങ്ങൾ നിങ്ങളുടെ ഓണം സെലിബ്രേഷൻ ചെയ്യാനായിട്ട് സ്പെൻഡ് ചെയ്യുക. പരമാവധി ഈ ഒരു കാര്യം എല്ലാ കുട്ടികളും ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. കുട്ടികളെ, നിങ്ങളുടെ എക്സാം ഡേറ്റ് വരുന്നത് സെപ്റ്റംബർ 22, 23 നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൻ്റെ അപ്ഡേറ്റും സെപ്റ്റംബർ 1 അല്ലെങ്കിൽ 2 വീക്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാ കുട്ടികൾക്കും എക്സാം ഡേറ്റ് മനസ്സിലായിട്ടുണ്ട്. സെപ്റ്റംബർ 22, 23 ഇനി നിങ്ങളുടെ മുന്നിൽ 33 ഡേയ്സ് മാത്രമാണുള്ളത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ് മോക്ക് ടെസ്റ്റ്. കുട്ടികളെ, നിങ്ങൾ ഏത് ട്രേഡിന് തിരഞ്ഞെടുക്കുന്ന കേഡറ്റ് ആണെങ്കിലും, എക്സ് ആണെങ്കിലും, വൈ ആണെങ്കിലും, MA ആണെങ്കിലും മോക്ക് ടെസ്റ്റ് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തിരിക്കണം. ഇതുവരെ നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടില്ല എങ്കിൽ ആദ്യം നിങ്ങൾ മോക്ക് ടെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യണം എത്ര ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഏതൊക്കെ ടോപ്പിക് നിങ്ങൾക്ക് ടഫായിട്ട് തോന്നുന്നു, ഏതൊക്കെ ടോപ്പിക്കാണ് വീക്ക് എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ആ ഒരു ടോപ്പിക്ക്, അതായത് നിങ്ങളുടെ വീക്ക് ടോപ്പിക്ക് ചിലപ്പോൾ എയർഫോഴ്സ് എക്സ് എന്ന് പറയുന്ന ഒരു എക്സാമിന് വെയിറ്റേജ് കൂടുതലുള്ള ടോപ്പിക്കായിരിക്കും. അപ്പോൾ അതനുസരിച്ച് ഇവിടെ നമ്മൾ പഠിച്ചു പോകേണ്ടത്. മനസ്സിലായാൽ നിങ്ങൾക്ക്? സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്ന ആ ഒരു ടോപ്പിക് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അതിൽ നിന്ന് തന്നെ ചിലപ്പോൾ 5 to 7 ക്വസ്റ്റ്യൻ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ആ ഒരു ടോപ്പിക്ക് നിങ്ങൾ നല്ലപോലെ പഠിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം. മനസ്സിലായല്ലോ? അതിനുവേണ്ടി നിങ്ങളുടെ മുന്നിലുള്ള ഓപ്ഷൻ എന്താണ്? മോക്ക് ടെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്കറിയാൻ പറ്റും വീക്ക് പോയിൻറ്റ് ഏതൊക്കെയാണെന്ന്. ആന ഡിഫൻസ് അക്കാഡമിയിൽ നമ്മൾ എയർഫോഴ്സ് എക്സ്, വൈ, മെഡിക്കൽ അസിസ്റ്റൻറ്റ് എല്ലാ ട്രേഡിനും മോക്ക് ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മോക്ക് ടെസ്റ്റിനോടൊപ്പം തന്നെ നമ്മൾ ഇവിടെ നിന്ന് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ് അവൈലബിൾ ആണ്. ഡെയിലി ക്ലാസ്സുകളുണ്ട്. ലൈവ് ക്ലാസ് ആണ്. ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സും ലഭിക്കുന്നതായിരിക്കും. ഇനി അങ്ങോട്ട് റിവിഷൻ ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓരോ ടോപ്പിക്കിൻ്റെയും സബ്ജക്റ്റിൻ്റെയും ഇമ്പോർട്ടൻറ്റ് റിവിഷൻ ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതനുസരിച്ച് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് എന്താണെന്ന് പറഞ്ഞാൽ കുട്ടികളെ, എക്സാം പാസ്സാൽ പിന്നെ നിങ്ങൾക്ക് സ്റ്റേജ് 2 പ്രിപ്പറേഷൻ ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. എന്താണ് കുട്ടികളെ? സ്റ്റേജ് 2 പ്രിപ്പറേഷൻ ലഭിക്കുന്നതായിരിക്കും. അതായത് ഫിസിക്കൽ ട്രെയിനിങ്, SRT, GD എന്നിവയുടെ ട്രെയിനിങ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ഇത്രയും ഫെസിലിറ്റീസ് ആരും തന്നെ പ്രൊവൈഡ് ചെയ്യത്തില്ല. ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ നിങ്ങളുടെ പേര് വരുന്നിടം വരെ ഫുൾ സപ്പോർട്ട് ഇവിടെ നിന്ന് കാണും. അതുകൊണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. സിലബസ് എല്ലാം ആൾമോസ്റ്റ് ഇപ്പോൾ 70% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് കണ്ട് തന്നെ എല്ലാം കവർ ചെയ്യാൻ പറ്റും. പിന്നെ അതോടൊപ്പം തന്നെ മോക്ക് ടെസ്റ്റും ചെയ്ത് പോകാൻ പറ്റും. റിവിഷൻ ക്ലാസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ലഭിക്കും. പിന്നെ സ്റ്റേജ് 2 ആകുമ്പോൾ സിറ്റുവേഷൻ റിയാക്ഷൻ ടെസ്റ്റും ഗ്രൂപ്പ് ഡിസ്കഷനും അതിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. ഇനി നമുക്ക് മുൻ വർഷങ്ങളിലെ കട്ട് ഓഫ് നോക്കാം. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടനെ തന്നെ ജോയിൻ ചെയ്യണ കുട്ടികളെ. നിങ്ങളുടെ ചാൻസ് ഒരിക്കലും മിസ്സാക്കരുത്. ഈ തവണ വേക്കൻസി നല്ലപോലെ ഉണ്ട്. ഇനി നമുക്ക് കട്ട് ഓഫ് നോക്കാം. നോക്കൂ കുട്ടികളെ, 01/2026 കട്ട് ഓഫിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ റിട്ടേൺ കട്ട് ഓഫ് ആണ്. എക്സിൻ്റെ കട്ട് ഓഫ് 18.5, ബോയ്സിൻ്റെയാണ്. ഗേൾസിൻ്റെ കട്ട് ഓഫ് 18.7. പിന്നെ 02/2026 അപ്ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ റിട്ടേൺ കട്ട് ഓഫ് നമുക്ക് നോക്കാം. ബോയ്സിൻ്റെ കട്ട് ഓഫാണ് 17.89, ഗേൾസിൻ്റെ കട്ട് ഓഫാണ് 18. അതായത് 70 മാർക്കിൽ നിങ്ങൾക്കൊരു 20 മാർക്ക് നേടാൻ പറ്റത്തില്ലേ? പറ്റും. ഈസി ആയിട്ട് നേടാൻ പറ്റും. അതിന് പ്രോപ്പറായിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടിയാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. 70 മാർക്കിൽ 20 മാർക്ക് നേടാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഏത് എയർഫോഴ്സ് എക്സിന് തയ്യാറെടുക്കുക?
ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും കുട്ടികളെ, ഈസി ആയിട്ട്. ഇനി നമുക്ക് 2027 ഇൻടേക്കിൻ്റെ കാര്യം നോക്കാം. നോക്കൂ കുട്ടികളെ, മെന്നിൻ്റെ കട്ട് ഓഫ് 17.5 ആണ്. ആദ്യമായിട്ടാണ് ഗേൾസിൻ്റെ കട്ട് ഓഫ് ഇത്രയും വരുന്നത്, 33.12. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഡയറക്ഷൻ മാത്രമാണ് ഈ ഒരു കട്ട് ഓഫ്. നിങ്ങൾ ഈ ഒരു എക്സാമിന് തയ്യാറെടുക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിലുണ്ടായിരിക്കണം മുൻ വർഷങ്ങളിൽ കട്ട് ഓഫ് ഇതാണ്, ഇനി ഞാൻ പഠിക്കുന്നത് ഈ കട്ട് ഓഫിൻ്റെ ഡബിൾ നേടാൻ വേണ്ടിയിട്ടായിരിക്കും. അതായത് അതിനെക്കാട്ടും കൂടുതൽ ആയിരിക്കണം നിങ്ങളുടെ ഗോൾ എന്ന് പറയുന്നത്. ഇപ്പോൾ 17, 18, 20 ഇടയിലാണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത് ബോയ്സിൻ്റെ. ഗേൾസിൻ്റെ കഴിഞ്ഞ വർഷം കൂടുതലാണ്. അപ്പോൾ ബോയ്സിന് ഒരു ഐഡിയ കിട്ടി, 20 എന്തായാലും മിനിമം നേടണം. പക്ഷേ നമ്മുടെ ടാർഗറ്റ് എന്താണ്? ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വരിക എന്നതാണ്. അതിനുവേണ്ടി എന്താണ്, കുറച്ചുകൂടി മാർക്ക് നമ്മൾ നേടാനായിട്ട് ട്രൈ ചെയ്യണം. ഈസി ആയിട്ട് നിങ്ങൾക്ക് എയർഫോഴ്സിന് യൂണിഫോം കിട്ടുന്നതായിരിക്കും. മനസ്സിലായി? ഇത് നിങ്ങൾക്കുള്ളൊരു ഡയറക്ഷൻ മാത്രമാണ്. മുൻ വർഷങ്ങൾ ഇതാണ്, പക്ഷേ ഞാനിനി പഠിക്കുമ്പോൾ ഇതിൻ്റെ ഡബിൾ അല്ലെങ്കിൽ ട്രിപ്പിൾ നേടാൻ ഞാൻ ട്രൈ ചെയ്യും എന്ന കോൺഫിഡൻസോട് വേണം നിങ്ങൾ മുന്നോട്ട് പഠിച്ചു പോകേണ്ടത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ കട്ട് ഓഫിൻ്റെയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം കുട്ടികളെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സെക്ഷണൽ കട്ട് ഓഫ്. സെക്ഷണൽ കട്ട് ഓഫ് തീർച്ചയായിട്ടും നിങ്ങൾ ക്രോസ് ചെയ്തിരിക്കണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. സെക്ഷണൽ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ഫിസിക്സിൽ ടോട്ടൽ നിങ്ങൾ 6.25 മാർക്സ് നേടിയിരിക്കണം മിനിമം. മാത്സിൽ 6.25, ഇംഗ്ലീഷിൽ നിങ്ങൾ 5 മാർക്സ് നേടിയിരിക്കണം. ടോട്ടൽ 17.5 മാർക്സ് എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. ഇതാണ് സെക്ഷണൽ കട്ട് ഓഫ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് 01/2027 ഇൻടേക്കിൻ്റെയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് ഇംഗ്ലീഷിൻ്റെ, ഫിസിക്സിൻ്റെ, മാത്സിൻ്റെ. അതിനുശേഷം നിങ്ങൾക്ക് മാർക്ക് ഇത് കണക്ക് വരുമ്പോൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് ഇവിടെ കാണാൻ പറ്റും. നോട്ട് ഷോർട്ട് ലിസ്റ്റഡ് അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റഡ് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. ഇതാണ് സെക്ഷണൽ കട്ട് ഓഫ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു റിസൾട്ടിൽ തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ്, ഈ ഒരു കേഡറ്റ് ആണെങ്കിൽ സെക്ഷണൽ കട്ട് ഓഫ് ക്രോസ് ചെയ്തിട്ടില്ല. ഇവിടെ നോക്കൂ കുട്ടികളെ, മാത്സിന് 6.25 ആണ് സെക്ഷണൽ കട്ട് ഓഫ് വേണ്ടുന്നത്. ഈ ഒരു കേഡറ്റ് നേടിയിരിക്കുന്നത് എത്രയാണ്? 4 മാർക്കാണ്. അതുകൊണ്ട് ഈ ഒരു കേഡറ്റ് സെക്ഷണൽ കട്ട് ഓഫ് ക്രോസ് ചെയ്തിട്ടില്ല. ഈ ഒരു കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ് സബ്ജക്റ്റ്, അതേപോലെ തന്നെ ഏതൊക്കെ ടോപ്പിക് കവർ ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കൂ കുട്ടികളെ, എയർഫോഴ്സ് എക്സിനകത്ത് ആകെ 3 സബ്ജക്റ്റാണ് നമ്മൾ കവർ ചെയ്യേണ്ടത്: ഇംഗ്ലീഷ്, ഫിസിക്സ്, മാത്സ്. ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ടോപ്പിക് അറിഞ്ഞിരുന്നാൽ. നോക്കൂ, ഫസ്റ്റ് നമുക്ക് നോക്കാം ഫിസിക്സ്. ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സാണ്, അതായത് വെയിറ്റേജ് കൂടുതലുള്ള ടോപ്പിക്സാണ്. ഇത് തീർച്ചയായിട്ടും നിങ്ങൾ കവർ ചെയ്തിരിക്കണം നല്ല രീതിയിൽ കേട്ടോ കുട്ടികളെ. കിനമാറ്റിക്സ്, ലോസ് ഓഫ് മോഷൻ, ഗ്രാവിറ്റേഷൻ, ഓസിലേഷൻ ആൻഡ് വേവ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ഓപ്റ്റിക്സ്, ഇത്രയും ടോപ്പ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സാണ്. ഇത്രയും തീർച്ചയായിട്ടും നിങ്ങൾ കവർ ചെയ്തിരിക്കണം. നിങ്ങൾക്ക് നല്ല രീതിയിലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇനി നമുക്ക് മാത്സിൻ്റെ കാര്യം നോക്കാം. ബാക്കി ടോപ്പിക്സും പഠിച്ചിരിക്കണം. മാത്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സെറ്റ്സ്, റിലേഷൻ, ഫംഗ്ഷൻസ്, പെർമുട്ടേഷൻ, കോമ്പിനേഷൻസ്, ബൈനോമിയൽ തിയറംസ്, മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻറ്റ്സ്, ലിമിറ്റ്സ് ആൻഡ് കണ്ടിന്യൂറ്റി, ഡിഫറൻസിയേഷൻ, ഇൻഫിനിറ്റ് ഇൻ്റഗ്രൽസ്, ഡെഫിനറ്റ് ഇൻ്റഗ്രൽസ്, ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ്. കൂടുതലും വെയിറ്റേജ് ഇത്രയും ടോപ്പിക്കിനാണ്. ഇത്രയും നിങ്ങൾ ആദ്യമായിട്ട് തീർച്ചയായിട്ടും കവർ ചെയ്തിരിക്കണം. എന്നിട്ട് ബാക്കി ടൈം മറ്റു ടോപ്പിക്കിനകത്ത് കൊടുക്കണം. ഞാൻ ഫിസിക്സിൻ്റെ കാര്യം പറയുമ്പോഴും അത് വെയിറ്റേജ് കൂടുതലുള്ള ടോപ്പിക്കാണ് ഞാൻ പറഞ്ഞത്. ബാക്കി ടോപ്പിക് നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കണം. ടൈം എന്തായാലും നിങ്ങളുടെ കയ്യിൽ കാണും. കൂടുതൽ പ്രയോറിറ്റി ഈ ടോപ്പിക്കിന് കൊടുക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി നമുക്ക് ഇംഗ്ലീഷിൻ്റെ കാര്യം നോക്കാം. നോക്കൂ കുട്ടികളെ, ടെൻസ്, നരേഷൻ, വോയിസ്, ക്വസ്റ്റ്യൻ ടാഗ്, പാർട്സ് ഓഫ് സ്പീച്ച്, സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ്, സെൻറ്റൻസ്, വൊക്കാബുലറി സെക്ഷൻ. ഇത്രയും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്. ഇത്രയും തീർച്ചയായിട്ടും നിങ്ങൾ കവർ ചെയ്തിരിക്കണം. ഈ ഒരു വൊക്കാബുലറി സെക്ഷൻ പറയുമ്പോൾ ഇവിടെ അനോണിയംസ്, സിനോണിയംസ്, വൺ വേർഡ്, മിസ്പെൽഡ് എന്നീ കാര്യങ്ങൾ കൂടി വരുന്നതായിരിക്കും. അതുകൂടി തീർച്ചയായിട്ടും നിങ്ങൾ കവർ ചെയ്തിരിക്കണം. അപ്പോൾ ഇത്രയും ടോപ്പിക് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വരണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കുറച്ചുകൂടി നിങ്ങളൊന്ന് ഹാർഡ് വർക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിലോട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്ന വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. തീർച്ചയായിട്ടും ഇതേ രീതിയിൽ പഠിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. ആദ്യം പ്രയോറിറ്റി ഈ ടോപ്പിക്സിന് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ബാക്കി ടോപ്പിക് പഠിക്കാൻ നോക്കണം. ബാക്കി ടോപ്പിക് സ്കിപ്പ് ചെയ്യരുത്. ബാക്കി ടോപ്പിക്കും പരമാവധി നിങ്ങൾ കവർ ചെയ്യാൻ നോക്കുക കേട്ടോ കുട്ടികളെ. വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഏതെങ്കിലും കൂട്ടുകാർ അല്ലെങ്കിൽ കൂട്ടുകാരികൾ എയർഫോഴ്സ് എക്സിന് തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ അവരിലും ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും എത്തിയിരിക്കണം. കാരണം എയർഫോഴ്സ് എക്സിൻ്റെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. മുൻ വർഷങ്ങളിലെ കട്ട് ഓഫ്, എക്സാം എപ്പോൾ വരും, പിന്നെ സബ്ജക്റ്റ് ഏതൊക്കെയാണ്, സിലബസ് ഏതൊക്കെയാണ്, ടോപ്പിക് ഏതൊക്കെ കവർ ചെയ്യണം, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഏതൊക്കെയാണ്, സെക്ഷണൽ കട്ട് ഓഫ് എത്രയാണ്, സെക്ഷണൽ കട്ട് ഓഫ് പാസ്സാകേണ്ട ആവശ്യമുണ്ടോ, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. മറ്റൊരു വീഡിയോ കാണേണ്ട ആവശ്യമേ ഇല്ല. അതുകൊണ്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ട് ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് ഇന്ത്യൻ എയർഫോഴ്സിലേക്കുള്ള യാത്ര തുടരാം. ഇതേപോലുള്ള എയർഫോഴ്സിൻ്റെ കറക്റ്റായിട്ട് അപ്ഡേറ്റ്സ് ലഭിക്കാനായിട്ട് ഫോളോ ചെയ്യാൻ മറക്കരുത്. ഫൈനലി കുട്ടികളെ, നിങ്ങൾ ഡിഫൻസ് റിലേറ്റഡ് കാര്യങ്ങൾ അറിയാൻ നമ്മുടെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ക്ലാസ്സിൻ്റെ ഈ അപ്ഡേറ്റഡ് കാര്യങ്ങളെല്ലാം ആൾറെഡി ഞാൻ പറഞ്ഞതാണ്. സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ നമ്പറിൽ ഇവിടെ കോൺടാക്റ്റ് ചെയ്താലും മതി. നോക്കൂ കുട്ടികളെ, ഇതാണ് ഒഫീഷ്യൽ നമ്പർ, ഇതാണ് വാട്സപ്പ് നമ്പർ. ഈ 2 നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ പേഴ്സണൽ ഡൗട്ട് ആണെങ്കിലും അക്കാഡമിയിലെ കോഴ്സ് റിലേറ്റഡ് ഡൗട്ട് ആണെങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോടെ തന്നെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.